നമ്മുടെ അടുത്ത ഒരു ടോപ്പിക്ക് കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് ആൻഡ് ഇൻവെർട്ടബിൾ ഫങ്ഷൻസ്. ഫങ്ഷൻ്റെ കോമ്പോസിഷൻസ് എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്താണെന്ന് പറയും. പിന്നെ അത് തന്നെ ഇൻവെർട്ടബിൾ ഫങ്ഷനെ പറ്റി പഠിക്കും. അപ്പോൾ ആദ്യം കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻ്റെ ഡെഫിനിഷനാണ് പറയുന്നത്. ഡെഫിനിഷൻ ശ്രദ്ധിക്കുക. ലെറ്റ് എഫ് ഫ്രം എ ടു ബി ആൻഡ് ജി ഫ്രം ബി ടു സി ബി ടു ഫങ്ഷൻസ്. അപ്പോൾ ഈ ഫങ്ഷൻ്റെ പ്രത്യേകത എന്താ? എഫിൻ്റെ കോഡൊമെയിനാണ് ജിയുടെ ഡൊമെയിൻ. അപ്പോൾ അത്തരത്തിലുള്ള രണ്ട് ഫങ്ഷനാണ് എഫ് ജി, അല്ലേ? ബി ടു ഫങ്ഷൻസ്. ദെൻ ദ കോമ്പോസിഷൻ ഓഫ് എഫ് ആൻഡ് ജി ഈസ് ഡിനോട്ടഡ് ബൈ ജി കോമ്പോസിഷൻ. എഫിൻ്റെയും ജിയുടെയും കോമ്പോസിഷൻ എഫ് എയിൽ നിന്ന് ബിയിലേക്കും ജി ബിയിൽ നിന്ന് സിയിലേക്കും ആണെങ്കിൽ അതിൻ്റെ കോമ്പോസിഷനെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് എഫ് കോമ്പോസിഷൻ ജി എന്നല്ല, പിന്നെന്താണ്? ജി കോമ്പോസിഷൻ എഫ് എന്നാണ്. ആൻഡ് ഇസ് ഡിഫൈൻഡ് ആസ്, അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നു ആസ് ദ ഫങ്ഷൻ ഫ്രം എ ടു സി. എയിൽ നിന്ന് എങ്ങോട്ടാണ്? സിയിലേക്കാണ്. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ദ ഡെഫിനിഷൻ ജി ഓഫ് എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എ. ഇത് ഞാൻ വിശദീകരിക്കും, എന്നാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇപ്പോൾ ശ്രദ്ധിക്കുക, അതിൻ്റെ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ ഫുള്ളായിട്ട് പിക്ചറൈസ് ആവും. ശ്രദ്ധിക്കുക. There are two functions defined here. First one is f and second one is g, such that the codomain of f coincide with the domain of g. അപ്പോൾ നമുക്ക് ആ ഫംഗ്ഷനെ പറ്റി ഒന്ന് നോക്കാം. There are three sets here. ശ്രദ്ധിക്കുക, സെറ്റ് എ, സെറ്റ് ബി ആൻഡ് സെറ്റ് അല്ലേ? Here the given function f from a to b and another function is given g from b to c, like this. So അങ്ങനെയെങ്കിൽ എയിൽ നിന്ന് സിയിലേക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടാകും. ആ ഫംഗ്ഷന്റെ പേരാണ് ജി കോമ്പോസിഷൻസ്. എയിൽ നിന്ന് സിയിലേക്ക്, അതിന്റെ ഡെഫിനിഷനാണ് തന്നിരിക്കുന്നത്. അതിനെപ്പറ്റി നമുക്ക് പറയാം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കാം, ഇവിടെ ഒരു എക്സ് എന്ന് പറയുന്ന എലമെന്റ് എടുത്തു, ഇവിടെ എ എന്ന് പറയുന്ന സെറ്റ്. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷൻ എഫ് ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന എലമെന്റ് ഇവിടെ എടുത്താൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് എക്സിന്റെ ഇമേജ് ആയ എഫ് ഓഫ് എക്സ് ഇവിടെ ഉണ്ടായിരിക്കണം, ബിയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ എക്സിന്റെ ഇമേജ് ഇവിടെ ഉണ്ടായി, എക്സിന്റെ ഇമേജ് എവിടെ? എക്സിന്റെ ഇമേജ് ബിയിലുണ്ടായി. അതാണ് എഫ് ഓഫ് എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ബിയിലായതുകൊണ്ട് ബിയിൽ നിന്ന് സിയിലേക്ക് ജി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് എഫ് ഓഫ് എക്സിന്റെ ഇമേജ് എവിടെ ഉണ്ടായിരിക്കണം? സിയിലുണ്ടായിരിക്കും. എഫ് ഓഫ് എക്സിന്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സിന്റെ ജി ഇമേജാണ്. അപ്പോൾ എഫ് ഓഫ് എക്സിന്റെ ജി ഇമേജിനെ എങ്ങനെ എഴുതാം? ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം, അല്ലേ? എഫ് ഓഫ് എക്സിന്റെ ഇമേജ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഫംഗ്ഷന് ജി ആണ്. അപ്പോൾ ആ ഇമേജിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്നായിരിക്കണം. അത് അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിരുന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, whenever we take an element x in A, we can find another element g of f of x in C, and x and g of f of x are associated. അല്ലേ? ഏതൊരു എലമെന്റ് എക്സിൽ എയിൽ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എലമെന്റ് എവിടെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നു? സിയിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. സോ there is a function from A to C, അല്ലേ? ഒരു ഫംഗ്ഷൻ എയിൽ നിന്ന് സിയിലേക്കായി. That function is denoted by G composition f. ഈ ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുന്നത് എഫ് കോമ്പോസിഷൻ ജി എന്നല്ല, പിന്നെന്താണ്? ജി കോമ്പോസിഷൻ. അതാണ് ജി കോമ്പോസിഷൻ എഫ് ഫ്രം എ ടു സി. എങ്ങനെയാണ്? ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജി ഓഫ് എഫ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു യു. ഇപ്പോൾ ഡെഫിനിഷൻ മനസ്സിലായെന്ന് വിചാരിക്കും. നമുക്കിനി ഈ കോമ്പോസിഷൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്കിനൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുള്ളൂ. അപ്പോൾ കോമ്പോസിഷൻ ഫംഗ്ഷനകത്ത് നമുക്ക് ആദ്യത്തെ പ്രോബ്ലം ചെയ്യാം. Let f from set 2, 3, 4, 5 to set 3, 4, 5, 9 and g from 3, 4, 5, 9 to 7, 11, 15 be functions defined like this. f എന്ന് പറയുന്ന ഫംഗ്ഷന് 2, 3, 4, 5 എന്ന് പറയുന്ന സെറ്റിൽ നിന്നാണ്. അതുകൊണ്ട് 2ന്റെ ഇമേജ് തന്നിട്ടുണ്ട്, 3യുടെ ഇമേജ് തന്നിട്ടുണ്ട്, 4ന്റെ ഇമേജ്, 5ന്റെ ഇമേജ് തന്നിട്ടുണ്ട്. അപ്പോൾ എഫ് ഡിഫൈൻഡ് ആയി, അല്ലേ? ജി അതുപോലെ 3, 4, 5, 9 എന്ന് പറയുന്ന സെറ്റിൽ നിന്നാണുള്ളത്. അതുകൊണ്ട് 3യുടെ ഇമേജ് ജി ഇമേജ് തന്നിട്ടുണ്ട്, ജി വെച്ചുള്ള 4ന്റെ ഇമേജ്, 5ന്റെ ഇമേജ്, 9ന്റെ ഇമേജ്. അപ്പോൾ ഫംഗ്ഷൻ എല്ലാം വെൽ ഡിഫൈൻഡ് ആയിട്ട് തന്നിരിക്കുക.
അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ജി കോമ്പസിഷൻ എഫ് ആണ്. എന്താ കണ്ടുപിടിക്കേണ്ടത്? ജി കോമ്പസിഷൻ. അപ്പോൾ നമ്മൾ ഇതിന് ആൻസർ ചെയ്യാൻ നേരത്തെ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ജി കോമ്പസിഷൻ എഫ് ഈസ് ഫ്രം എവിടുന്ന് എവിടോട്ടാണെന്ന് എഴുതാം. അതാണ് അതിൻ്റെ വേ. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ, അല്ലേ? അപ്പം എഫ് 2, 3, 4, 5 എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് 3, 4, 5, 9 എന്ന് പറയുന്ന സെറ്റിലേക്ക്. അപ്പോൾ എഫിൻ്റെ കോഡൊമൈന് ജിയുടെ ഡൊമൈൻ ഈക്വലാണ്. അതുകൊണ്ടാണ് ജി കോമ്പോസിഷൻ എഫ് 2, 3, 4, 5 നിന്ന് എങ്ങോട്ടുണ്ടാവുന്നത്? ജി കോമ്പോസിഷൻ എഫ് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? അപ്പം യെസ്, 2, 3, 4, 5 2 സെറ്റ് എങ്ങോട്ടാണ്? 7, 11, 15, അല്ലേ? അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. ജി കോമ്പോസിഷൻ എഫ് ഓഫ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2 കണ്ടുപിടിക്കാം. ജി കോമ്പോസിഷൻ എഫ് എവിടെ നിന്ന് അങ്ങോട്ടാണ്? അപ്പോൾ ജി കോമ്പോസിഷൻ എഫിൻ്റെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനാൽ 2ൻ്റെ ഇമേജ്, 3യുടെ ഇമേജ്, 4ൻ്റെ ഇമേജ്, 5ൻ്റെ ഇമേജ് കണ്ടുപിടിച്ചാൽ ജി കോമ്പോസിഷൻ എഫ് ഡിഫൈൻഡ് ആയി. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് ഓഫ് 2 എന്താണ്? നമ്മൾ പറഞ്ഞ ഡെഫിനിഷൻ അനുസരിച്ച് ഇതിനെ ജി ഓഫ് എഫ് ഓഫ് 2 എന്ന് എഴുതാം. എന്താ കാരണം? നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞതാണ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്തായിരിക്കും? എഫ് ഓഫ് ജി ഓഫ് എക്സ് ആയിരിക്കും. അത് ഇവിടെ ഡിഫൈൻഡ് അല്ല. കാരണം തിരിച്ചു പറഞ്ഞു, ആദ്യം ഈ ജി ഇവിടെ ഇങ്ങോട്ട്, അല്ലേ? ഇപ്പോൾ ജിയുടെ എന്താണ് കോഡൊമൈൻ എഫിൻ്റെ ഡൊമൈനും സെയിം ആയി. അതുകൊണ്ട് ഇവിടെ എഫ് കോമ്പോസിഷൻ ജി എക്സിസ്റ്റ് ചെയ്യത്തില്ല. പിന്നെ ഇത് മാത്രമേ ഉള്ളൂ, ജി കോമ്പോസിഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എന്താ? എഫ് ഓഫ് 2 ദാറ്റ് ഈസ് ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യൻ. എഫ് ഓഫ് 2 ഈസ് 3. അപ്പോൾ ജി ഓഫ് 3 എന്നാണ്. ജി ഓഫ് 3 ഈസ് ഓൾസോ ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യൻ. ജി ഓഫ് 3 ഈസ് വാട്ട്? ജി ഓഫ് 3 ഈസ് 7. അപ്പോൾ ജി കോമ്പോസിഷൻ എഫിൻ്റെ 2ൻ്റെ ഇമേജ് കണ്ടുപിടിച്ചു. ആ ഫംഗ്ഷനിൽ 2ൻ്റെ ഇമേജ്. അതുപോലെ നമുക്ക് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എന്ത് കണ്ടുപിടിക്കണം? 3 കണ്ടുപിടിക്കണം. എന്താണ്? ജി ഓഫ് എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ ജി ഓഫ് എന്താ? എഫ് ഓഫ് 3 ഡെഫിനിഷൻ അനുസരിച്ച് എഫ് ഓഫ് 3 4. സോ ജി ഓഫ് 4 എന്താണ്? 7. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് ഓഫ് 3 7. ഇനി നമുക്ക് എന്താ വേണ്ടത്? ജി കോമ്പോസിഷൻ എഫ് ഓഫ് 4 വേണം, അല്ലേ? എന്താണ്? ജി ഓഫ് എഫ് ഓഫ് 4 ഡെഫിനിഷൻ അങ്ങനെ ജി ഓഫ് എന്താ? എഫ് ഓഫ് 4 ഡെഫിനിഷൻ വെച്ച് എഫ് ഓഫ് 4 5. ജി ഓഫ് 5 എന്താണ്? ഡെഫിനിഷൻ അനുസരിച്ച് അതെന്താണ്? 11, അല്ലേ? സോ ജി കോമ്പോസിഷൻ എഫ് ഓഫ് ഇനിയും വേണ്ടത് 5 കൂടാം. സീക്രട്ട് എന്താണ്? ജി ഓഫ് എഫ് ഓഫ് 5, അല്ലേ? ശരി, ജി ഓഫ് എഫ് ഓഫ് 5 എന്താണ്? 5. സോ ജി ഓഫ് 5 എന്താണ്? ജി ഓഫ് 5 എന്താണ്? ജി ഓഫ് 5 എത്രയാണ്? ജി ഓഫ് 5 11. സോ ഇതാണ് എന്തെന്ന് പറയുന്നത് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എഫ്. അത് ഈ സെറ്റിൽ നിന്ന് ഈ സെറ്റിലേക്കാണ്. ഇതിൻ്റെ ഇമേജ് എഴുതി, 2ൻ്റെ ഇമേജ് എഴുതി, 3യുടെ ഇമേജ് എഴുതി, 4ൻ്റെ ഇമേജ് എഴുതി, 5ൻ്റെ. ഓക്കെ, ഇവിടെ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യന് ഫൈൻഡ് ജി കോമ്പോസിഷൻ എഫ് ആൻഡ് എഫ് കോമ്പോസിഷൻ ജി if f from R to R and g from R to R given by f of x is equal to cos x and g of x is equal to 3x. Show that g composition f not equal to f composition g. നമ്മൾ തൊട്ടുമുമ്പത്തെ പ്രോബ്ലത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു ജി കോമ്പോസിഷൻ എഫ് എക്സിസ്റ്റ് ചെയ്തു, പക്ഷേ എഫ് കോമ്പോസിഷൻ ജി എക്സിസ്റ്റ് ചെയ്തില്ല. ഇവിടെ രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നു, പക്ഷേ എന്തല്ല? ഈക്വൽ അല്ല. അപ്പോൾ കോമ്പോസിഷൻ ഫംഗ്ഷൻ ജി കോമ്പോസിഷൻ എഫ് എഫ് കോമ്പോസിഷൻ ജിക്ക് തുല്യമാവത്തില്ല, അല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും ശ്രദ്ധിക്കാം. നമുക്ക് തന്നിരിക്കുന്നത് എഫ് തന്നിരിക്കുന്നത് എന്താണ്? ആറിൽ നിന്ന് ആറിലോട്ട്, അല്ലേ? ഗിവൺ എഫ് ഫ്രം ആർ ടു ആർ, അല്ലേ? ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്, അല്ലേ? ആൻഡ് ജി ഫ്രം ഓൾസോ ആർ ടു ആർ ബൈ ജി ഓഫ് എക്സ് ഈക്വൽസ് 3x, അല്ലേ? അവിടെ നമുക്കറിയാം ജി കോമ്പോസിഷൻ എഫ് എക്സിസ്റ്റ് ചെയ്യും, അല്ലേ? എഫ് ആറിൽ നിന്ന് ആറിലോട്ടും ജി ആറിൽ നിന്ന് ആറിലോട്ടും ആകുമ്പോൾ എഫിൻ്റെ കോഡൊമൈൻ ജിയുടെ ഡൊമൈന് തുല്യമായതുകൊണ്ട് ആറിൽ നിന്ന് ആറിലേക്ക് ഉണ്ടാകുന്ന ഫംഗ്ഷനാണ് ജി കോം. അപ്പോൾ ജി കോമ്പോസിഷൻ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? ആറിൽ നിന്ന് ആറിലോട്ട്,
അല്ലേ? നമുക്കിനി എന്ത് കണ്ടുപിടിക്കാം? ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. മുമ്പത്തെ പ്രോബ്ലം പോലെ മുമ്പഴത്തേത് ഫൈനൈറ്റ് സെറ്റിൽ നിന്ന് ഫൈനൈറ്റ് സെറ്റിലായിട്ട് ആയതുകൊണ്ട് എഫിൻ്റെ ഓരോ എലമെൻറ്റിന് ഇമേജ് തന്നിരുന്നു. ഇവിടെ അങ്ങനല്ല, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നിരിക്കുകയാണ് കോസ് എക്സ് ആയിട്ട്. അതുപോലെ ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നിരിക്കുകയാണ് 3x. അതേ ഉള്ളൂ വ്യത്യാസം. സോ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജി ഓഫ് എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് കോസ് എക്സ് അല്ലേ? എഫ് ചെയ്യുന്ന റോള് എക്സിനെ കോസ് എക്സ് ആക്കും. ജി ചെയ്യുന്ന മെക്കാനിസം എക്സിനെ 3x² ആണ്. എക്സിൻ്റെ സ്ക്വയറിൻ്റെ 3 ഇരട്ടിയാണ്. അപ്പം ജി കോസ് എക്സിനെ എന്താക്കും? ജി എക്സിനെയാണ് x² 3 ഇരട്ടിയാക്കും. അപ്പം ജി കോസ് എക്സിനെ എന്താക്കും? കോസ് x² 3 ഇരട്ടിയാക്കും. അതാ ഫംഗ്ഷൻ്റെ റോൾ. അപ്പോൾ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെയാണ്. എക്സിൻ്റെ ഇമേജ് ഏതൊരു എലമെൻറ്റിനകത്ത് കൊടുത്താലും ആ എലമെൻറ്റിനെ ഔട്ട്പുട്ട്, ജിയുടെ ഔട്ട്പുട്ട് എല്ലായ്പ്പോഴും കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ സ്ക്വയറിൻ്റെ 3 ഇരട്ടിയായിരിക്കും. അതേസമയം എഫിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിൻ്റെ കോസ് വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് ജി ഓഫ് കോസ് എക്സ് ആണ്. ജി ഓഫ് കോസ് എക്സ് എന്താണ്? ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ആണ്. ഇൻപുട്ടിൻ്റെ സ്ക്വയറിൻ്റെ 3 മടങ്ങ്. അപ്പോൾ ഇൻപുട്ടിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ എക്സ്, അതിൻ്റെ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 3 കോസ് സ്ക്വയർ എക്സ്. ഇതാണ് ജി കോമ്പോസിഷൻ. ക്ലിയർ ആയാലും? ഇനി നമുക്ക് വേണ്ടത് ഇതിരിക്കുന്ന ഇതാണ് 3 ടൈംസ് കോസ് സ്ക്വയർ എക്സ്. ഇനി നമുക്ക് വേണ്ടത് ഞാൻ ഇവിടെ എഴുതാം, താഴെ എഴുതിയാൽ മതി. എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ഇക്വൽ എന്താണ്? എഫ് ഓഫ് ജി ഓഫ് എക്സ്. എഫ് കോമ്പോസിഷൻ ജി എവിടെ നിന്ന് എങ്ങോട്ടാണ്? അതും ആറിൽ നിന്ന് ആറിലോട്ട്. കാരണം ജി ആറിൽ നിന്ന് ആറിലോട്ട്. അപ്പോൾ ജിയുടെ കൊഡൊമൈൻ എഫിൻ്റെ ഡൊമൈന് തുല്യമാണ്. അപ്പം ആറിൽ നിന്ന് ഈ ആറിലോട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ടാകും. ആ ഫംഗ്ഷനാണ് എഫ് കോമ്പോസിഷൻ ജി. ദാറ്റ് ഈസ് ഓൾസോ ഫ്രം ആർ ടു ആർ. എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ്. ദാറ്റ്സ് ഈക്വൽ ടു എഫ് ഓഫ് എന്താ? ജി ഓഫ് എക്സ്. ജി ഓഫ് എക്സ് ഈസ് നത്തിങ് 3x². എഫിൻ്റെ എഫ് എന്താണ് ചെയ്യുന്നത്? ഇൻപുട്ടിൻ്റെ കോസ് വാല്യൂ ആണ്. എക്സിന് ഔട്ട്പുട്ട് വരുമ്പോൾ കോസ് എക്സ് ആണ്. അപ്പോൾ എക്സ് ഇൻപുട്ടിൻ്റെ കോസ് വാല്യൂ ആണ് ഔട്ട്പുട്ട്. അപ്പോൾ എഫ് 3x² എന്താക്കും? അതിൻ്റെ കോസ് വാല്യൂ ആക്കും. രണ്ടും തുല്യമാണ്. ഇറ്റ് ഈസ് ക്ലിയർലി ജി കോമ്പോസിഷൻ എഫ് നോട്ട് ഈക്വൽ ടു എഫ് കോമ്പോസിഷൻ ജി. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ജി കോമ്പോസിഷൻ എഫ് ആൻഡ് എഫ് കോമ്പോസിഷൻ ജി. ഈ എഫ് ഓഫ് സി ഈക്വൽ ടു രണ്ട് ക്വസ്റ്റ്യൻ ആണ്. മോഡ് എക്സ് നമ്മുടെ പുസ്തകത്തിലെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ജി ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് 5x - 2. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 8x³ ആൻഡ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് എക്സ് ഓർ x raised to 1/3. അല്ലേ? ഈ ഫംഗ്ഷൻ എവിടെ നിന്ന് അങ്ങോട്ടൊന്നും തന്നിട്ടില്ല. അപ്പം തന്നിട്ടെങ്കിൽ ഇല്ലെങ്കിൽ പോലും എഫ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് എഴുതാവുന്ന തരത്തിലുള്ള ഫംഗ്ഷനാണ് എഫും ജി എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ എഫും ജി റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആയിരിക്കും. മുമ്പേ പറഞ്ഞ പോലെ 6 നിന്ന് 6 തന്നെയാണ്. എന്തായാലും നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം അല്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് എക്സ് മോഡ് എക്സും അല്ലേ? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 5x - 2. ഓക്കെ, നമുക്ക് അവിടെ ജി കോമ്പോസിഷൻ എഫ് കണ്ടുപിടിക്കും. ജി കോമ്പോസിഷൻ എഫ് കണ്ടുപിടിക്കണമെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. അപ്പോഴാണ് അതിൻ്റെ മീനിങ് ആവും. എന്ന് പറയാൻ എന്താണ്? ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. എന്ന് പറയാൻ എന്താണ്? ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ എഫ് എക്സിനെ മോഡ് എക്സ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് ആക്കി മാറ്റും. അപ്പം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മോഡ് എക്സ്. ഇനി ജി എന്താ ചെയ്യുന്നത്? എക്സിനെ മോഡുലസ് ആക്കുന്നത്. എക്സിൻ്റെ മോഡുലസ് അല്ല, എക്സിൻ്റെ 5 ടൈംസിൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്യുന്നതിൻ്റെ മോഡുലസ് ആണ്. അപ്പോൾ ഇപ്പോൾ മോഡ് എക്സിനെ എന്താക്കും? മോഡ് എക്സിൻ്റെ 5 ടൈംസിൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്യുന്നതിൻ്റെ മോഡുലസ് ആണ്. ഇതാണ് ജി കോമ്പോസിഷൻ എഫ്. അതേപോലെ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കി, ദാറ്റ് ഈസ് എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എന്താ ജി ഓഫ് എക്സ്? ജി ഓഫ് എക്സ് ഈസ് മോഡുലസ് ഓഫ് 5x - 2 മോഡുലസ് ഓഫ് എഫ് എന്താ ചെയ്യുന്നത്? എഫ് എക്സിന് അതിൻ്റെ മോഡുലസ് ആക്കും. അപ്പോൾ എഫ് 5x - 2 എന്ന് പറയുന്ന മോഡുലസിന് അതിൻ്റെ മോഡുലസ് ആക്കും. അല്ലേ?
മോഡുലസ് ഓഫ് 5x മൈനസ് 2ന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. രണ്ടും ഈക്വലാണോ? അല്ല. ഒരെണ്ണം 5 mod x മൈനസ് 2ന്റെ മോഡുലസും മറ്റൊരെണ്ണം എന്താണ്? മോഡുലസ് ഓഫ് 5x മൈനസ് 2. നമുക്ക് അതിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് പോകാം. അല്ലേ, ആ സെക്കൻഡ് പാർട്ടിൽ തന്നിരിക്കുന്നത് എന്താണ്? given f of x is equal to 8x cube and g of x is equal to cube root of x. അല്ലേ, അപ്പോൾ നമുക്ക് g composition f of x എന്താണ്? It is g of f of x എന്ന് പറയാൻ എന്താണ്? g of എന്താ f of x 8x cube എന്ന് പറയാൻ എന്താണ്? g എന്താണ് ചെയ്യുന്നത്? g എക്സിനെ x റൈസ് ടു 1/3 ആണ്. അപ്പോൾ g 8x ക്യൂബിനെ എന്താക്കും? 8x ക്യൂബ് റൈസ് ടു 1/3 ആണ്. അല്ലേ, എന്ന് പറയാൻ എന്താണ്? 8 എന്ന് പറഞ്ഞാൽ 2 ക്യൂബാണ്. അപ്പോൾ 2 ക്യൂബ് x ക്യൂബ് റൈസ് ടു 1/3. 1/3 ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ അത് 2 ആകും, ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ അത് x ആകും. അപ്പോൾ g of f of x എന്താണ്? 2x ആണ്. ഇനി എന്താ വേണ്ടത്? f of g of x. അല്ലേ, എന്താണ് f of g of x? അതെ, f of g of x എന്ന് പറഞ്ഞാൽ f of എന്താ g of x? x റൈസ് ടു 1/3. അത് എക്സിനെ g അങ്ങനെയാണ്. സോ f എന്താക്കുന്നത്? f x എന്ന് പറയുന്ന ഇൻപുട്ട് കൊടുത്താൽ അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് എക്സിൻ്റെ തേർഡ് പവറിൻ്റെ 8 ടൈംസ് ആണ്. അപ്പോൾ എന്ത് കിട്ടും? x റൈസ് ടു 1/3യുടെ തേർഡ് പവറിൻ്റെ 8 ടൈംസ് എന്ന് പറഞ്ഞാൽ 1/3 × 3 പറയുമ്പോൾ 8x എന്നായിരിക്കും. സെയിം ആണോ?